എന്റെ പ്രിയ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ആ ഉമ്മച്ചി ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നേ ഇല്ല. അല്ലെങ്കിൽ എല്ലാ അമ്മമാരും ഇങ്ങനെയാണോ എന്നുള്ള സംശയം കൂടി എനിക്കുണ്ട് കേട്ടോ. അതുകൂടി ഞാൻ നിങ്ങളെ മുമ്പിൽ അങ്ങോട്ട് വെക്കുകയാണ്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരത്ത് അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ചെയ്ത അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ. സ്വന്തം അനിയനെ ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചു, ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് ഇപ്പോൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അനിയനൊക്കെ കൊന്നുകളഞ്ഞു, കാമുകിയെ വിളിച്ചു കൊണ്ടുവന്ന അതിഭീകരമായിട്ടാണ് കൊന്നുകളഞ്ഞിട്ടുള്ളത്. ഒരു മുത്തശ്ശി ഉള്ളായിരുന്നത് 10-30 കിലോമീറ്റർ അപ്പുറം പോയിട്ട് അവരെ കൊന്നുകളഞ്ഞു. അച്ഛന്റെ ഏട്ടനെയും ഭാര്യയെയും കൊന്നുകളഞ്ഞു. ഇങ്ങനെ അതിഭീകരമായ ക്രൂരകൃത്യങ്ങൾ മുഴുവൻ നടത്തിയിട്ട് അറസ്റ്റിലായി. പക്ഷെ ഒരു മടിയില്ലാതെ അറസ്റ്റിലായി ഒരു ചെക്കൻ എങ്ങനെയാണ് താൻ മറ്റുള്ളവരൊക്കെ കൊല്ലാൻ ശ്രമിച്ചതെന്നൊക്കെ ഒരു മടിയും കൂടാതെ, ലെവലേശം പോലും ഇവന്റെ മനസ്സിന്റെ ഉള്ളില് ഒരു കുറ്റബോധം പോലും ഇല്ല. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോലീസുകാരോട് അന്വേഷിക്കുന്നത് അവന് ബിരിയാണി വേണമെന്നും ചിക്കൻ കഴിക്കണം എന്നൊക്കെ അവന്റെ ആഗ്രഹങ്ങളൊക്കെ. നോക്കൂ, പച്ച മാംസം അരിഞ്ഞിടുന്ന പോലെ വെട്ടിയിട്ട് അതുപോലെ ഈ ചുറ്റിയെ കൊണ്ടൊക്കെ അടിച്ചടിച്ച് ചമ്മന്തിയാക്കിയ മനുഷ്യന് വേറൊരു മാംസ ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കാൻ തോന്നുന്നൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്ത് തരം മൈൻഡാണ്, എന്ത് മെന്റാലിറ്റി എന്ന് അറിയില്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന വാർത്തയാണ് ഇന്നിപ്പോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം. ഞാൻ ഈ മനുഷ്യന്റെ വീഡിയോ ചെയ്തിട്ടില്ലെന്ന് അധികം. കടബാധ്യത ഏൽപ്പിച്ചിട്ടില്ല, എല്ലാം അറിഞ്ഞിട്ടും കട്ടിൽ നിന്ന് വീണു എന്നാണ് ഷെമി പറയുന്നത്. ഷെമി എന്ന് പറയുന്നത് അഫാന്റെ മാതാവാണ്. ഷെമിക്ക് എല്ലാം പറഞ്ഞു കൊടുത്തു. വളരെ പതുക്കെ സ്വന്തം നിങ്ങൾ എന്താ പറയാ, ഏറ്റവും ഇളയ അനിയനെ നമ്മുടെ മോൻ തന്നെയാണ് കൊന്നതെന്ന് ഈ പിതാവ് പോയി പറഞ്ഞു കൊടുത്തു. മുത്തശ്ശിയെ കൊന്ന് പറഞ്ഞു കൊടുത്തു, ഏട്ടനെ കൊന്നൊക്കെ പറഞ്ഞു കൊടുത്തു, ഒരു കാമുകി ഉണ്ടായിരുന്ന അവരെ കൊന്നൊക്കെ പറഞ്ഞു കൊടുത്തു. എല്ലാതും പറഞ്ഞു കൊടുത്തിട്ടും ഇപ്പോൾ ഷെമി ഉമ്മാനെ ഒരിക്കൽ രാവിലെ കഴുത്തിൽ ഷാള് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് ഈ അഫാൻ. അപ്പോ രണ്ടുപേരോട് ഒരിക്കൽ ആത്മഹത്യ ചെയ്താലുള്ള ചർച്ച പോലും ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇനി ഈ കൊലപാതകത്തിൽ ഇങ്ങനെ മറ്റുള്ളവരെ കൊല്ലുന്നതിൽ മൗനമായിട്ട് എന്തെങ്കിലും സമ്മതം നൽകിയിട്ടുണ്ടോ ഈ ഷെമി? എന്തുകൊണ്ടാണ് ഇപ്പോഴും മകനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, ഈ കൊലപാതകയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ മാതാവ് ഇങ്ങനെ പറയുന്നത്? ഇപ്പോൾ മാധവ് പറയുന്നത് എനിക്കൊന്നും സംഭവിച്ചില്ല, എന്നെ കൊല്ലാൻ ശ്രമിച്ചില്ല, ഞാൻ കട്ടിൽ നിന്ന് വീണു എന്ന് പറയുന്നു. ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും അഫാന്റെ പിതാവ് പറയുന്നത് കടബാധ്യത അവനെ ഏൽപ്പിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവന് ഇമ്മാര് ക്രൂരതൊക്കെ ചെയ്തത്? കടം മേടിച്ചു കഴിഞ്ഞ് തിരിച്ചു കൊടുക്കേണ്ടത് ആരായാലും ഉത്തരവാദിത്വമല്ലേ? അച്ഛന്റെ കയ്യിൽ അച്ഛൻ കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് അച്ഛന്റെ അനിയനെ ഏട്ടനാരായിട്ടാണ് അതിന് വാങ്ങിച്ചിട്ടുള്ളത്. അവരൊന്ന് ചോദിച്ചിട്ടുണ്ടായിരിക്കും, തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിന് കൊല്ലാൻ നിന്നാലോ? ആ ഒരു കാരണമാണ് കൊല്ലാൻ അവൻ പറയുന്നത്. പിന്നെന്താണ്, ഈ പൈസ തിരിച്ചു ചോദിച്ചതാണ്, ഈ സ്വർണം പണയം വെക്കാനൊക്കെ കൊടുത്തിരുന്നത് കാമുകി, അത് തിരികെ വാങ്ങിച്ചതാണ്. കാമുകിയോട് പകയുണ്ടാകും. ഇതിനൊക്കെ എന്ത് കാമുക എന്ന് വിളിക്കുക? അപ്പൊ അവൾക്ക് അവനെ ഒട്ടും മനസ്സിലായിട്ടില്ല. എന്തൊരു ക്രൂരതയാണ് ഇവൻ ഒക്കെ മനസ്സിൽ കൊണ്ടുവന്നിരുന്ന ആലോചിച്ച് നോക്കി. ഒരു മടിയും കൂടാതെ വീടിന് മുകളിലേക്ക് കൊണ്ടുപോയി ഞാൻ താഴെയുള്ള ആൾക്കാരൊക്കെ കൊന്നെന്ന് പറഞ്ഞിട്ട് അവളെയും തല്ലിക്കൊല്ലുമ്പോഴുണ്ടാകുന്ന അവളുടെ അവസ്ഥക്ക് ഒന്ന് ആലോചിച്ച് നോക്കി. ചിന്തിക്കാനേ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ അഫാന്റെ പിതാവ് പറയുന്നത്, ഭാര്യ അഫാന്റെ മാതാവ് പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണതാണ്. ഒരുപക്ഷെ ഈ ഒരു സംഗതി മതിയാവും അവന് ശിക്ഷയിൽ പലപ്പോഴും ഇളവുകളൊക്കെ ലഭിക്കാൻ. കാരണം കേസ് മുഴുവൻ തള്ളിപ്പോവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. ഉമ്മ ഇതൊക്കെ കണ്ട ഒരു സാക്ഷിയാണ്. കൊല്ലപ്പെടുത്തുന്നതിൽ സാക്ഷി ഉമ്മയാണ്. കാരണം ഉമ്മയെ കൊല്ലുന്നത് ഉമ്മ അനുഭവിച്ചതാണ്, കൊല്ലാൻ ശ്രമിച്ചത് ഉമ്മ അനുഭവിച്ചതാണ്. എന്നിട്ട് ഈ മകന് വേണ്ടി നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ എവിടെ പോകുമെന്ന് ആലോചിച്ച് നോക്കി. കുടുംബത്തിന്റെ കടബാധ്യത മകനെ ഏൽപ്പിച്ചിരുന്നില്ല എന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാന്റെ പിതാവ് റഹീം. ഒരു വല്ലാത്തൊരവസ്ഥയാണ് റഹീം എന്ന് പറയുന്ന മനുഷ്യന്റെ. എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യൻ. ഈ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ, ഭാര്യയ്ക്ക് വേണ്ടിയൊക്കെ ജീവിക്കാനും ഗൾഫിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ട ഇനി എന്തിനാണ് ജീവിക്കുന്നതൊക്കെ ആലോചിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ മനുഷ്യൻ. തനിയെ ഏറ്റെടുത്ത് ചെയ്യുകയായിരുന്നു അവൻ. വീട് വിറ്റതും അവൻ മുൻകൈ എടുത്തതാണ്. ഒന്ന് ആലോചിച്ച് വെക്കണം. ആദ്യ വീട് വിൽക്കാൻ കാരണം അവനാണ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് തനിക്ക് അറിയില്ല എന്നും റഹീം റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു. അഫാന്റെ മാതാവ് ഷെമിയുടെ ചികിത്സ തുടരുകയാണെന്നും ഇതെല്ലാം വിദേശത്തേക്ക് തനിക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് റഹീം പറഞ്ഞു. ഭാര്യയെ തനിച്ചാക്കി പോകാൻ കഴിയില്ല, വാടക വീടെടുക്കാൻ പോലും സാഹചര്യമില്ല, ചികിത്സയ്ക്ക് മറ്റു വഴിയില്ല, ഇവിടെ എന്തെങ്കിലും ജോലി നോക്കണമെന്ന് അഫാന്റെ പിതാവ് റിപ്പോർട്ടർ പറഞ്ഞു. സെൻട്രൽ ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജർ തങ്ങളെ ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്നും അതല്ല അഫാനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കാമെന്നും റഹീം അറിയിച്ചു. ഷെമി ഇപ്പോഴും കട്ടിൽ നിന്ന് വീണതാണെന്നുള്ള വാക്കിൽ ഉറച്ചു നിൽക്കുകയാണെന്നും റഹീം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഉമ്മച്ചി പറയുന്നത് ഞാൻ കട്ടിൽ നിന്ന് വീണ് തന്നെയാണെന്നാണ്. ആ വാക്കിൽ തന്നെ ഉമ്മച്ചി ഉറച്ചു നിൽക്കുന്നു.
ഈ മാതാവ് എന്നൊക്കെ പറയുന്ന ഒരു വല്ലാത്ത ലോകമാണ്. അറിയില്ല നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്ന അറിയില്ല.